IPL-ൽ ഇനി വെറും 5 മത്സരങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ നിലവിലെ പോയിന്റ് ടേബിളിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. മുംബൈയും LSGയും നേരത്തെ തന്നെ പുറത്തായിരുന്നു. ഡൽഹി ഒഫീഷ്യലി ഔട്ട് ആയിട്ടില്ല എങ്കിലും അവർക്ക് 1% പോലും ചാൻസ് കൊടുക്കാൻ പറ്റില്ല. പോസിറ്റീവ് റൺ റേറ്റിൽ ഓൾറെഡി രാജസ്ഥാൻ 14 പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ റൺ റേറ്റ് മറികടക്കാൻ അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ ഒരു വമ്പൻ പരാജയവും ഡൽഹി ഒരു വമ്പൻ വിജയവും നേടണം. ഒപ്പം CSK, പഞ്ചാബ്, കൊൽക്കത്ത എന്നിവർ ശേഷിക്കുന്ന മത്സരങ്ങൾ തോക്കുകയും ചെയ്യണം. ഡൽഹിയുടെ അടുത്ത കളി ഈഡൻ ഗാർഡൻസിലും രാജസ്ഥാന്റെ അടുത്ത കളി വാങ്കഡയിലുമാണ്. പക്ക ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയ ഈ പിച്ചുകളിൽ വൻ മാർജിൻ വിജയം കുറിച്ച് ഇമ്പോസിബിൾ തന്നെയാണ്. കൊൽക്കത്തയ്ക്ക് ലാസ്റ്റ് ഗെയിം ഡൽഹിയുമായിട്ടാണ്. സോ ആ കളി ജയിച്ച് പഞ്ചാബും രാജസ്ഥാനും അടുത്ത കളി തോറ്റാൽ മാത്രമേ KKRന് 15 പോയിന്റ് കിട്ടിയാലും കയറാൻ പറ്റൂ. കാരണം പഞ്ചാബ് അടുത്ത ഒരു കളി ജയിച്ചാൽ റൺ റേറ്റ് KKRന് ഒരു പ്രശ്നമാകും. CSK ഇന്ന് ഗുജറാത്തിനെ നേരിടാൻ പോകുമ്പോൾ ജയിച്ച് 14 പോയിന്റിലെത്തിയാൽ രാജസ്ഥാനും കൊൽക്കത്തയും പഞ്ചാബും ഇനിയുള്ള മത്സരങ്ങൾ തോൽക്കണം. എന്നാൽ മാത്രമേ ചെന്നൈ കയറുകയുള്ളൂ. രാജസ്ഥാനും ചെന്നൈയും തമ്മിലുള്ള റൺ റേറ്റ് വലിയ പ്രശ്നത്തിലല്ല നിൽക്കുന്നത്. ഒരു സാധാരണ വിജയം പോലും ഈ റൺ റേറ്റ് കവർ ചെയ്യാൻ CSK സഹായിക്കും. പിന്നെ അടുത്ത കളി രാജസ്ഥാൻ തോക്കുകയും കൂടി ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ റൺ റേറ്റ് വലിയ പ്രശ്നമല്ല. പക്ഷേ CSK കളി ജയിക്കണമെന്ന ഒരു പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ. പഞ്ചാബിന്റെ ലാസ്റ്റ് കളി ലക്നൌവുമായിട്ടാണ്. ഇത് ജയിക്കുക, രാജസ്ഥാൻ അടുത്ത കളി തോക്കുക എന്നതാണ് പഞ്ചാബിന് വേണ്ട മെയിൻ ഇക്വേഷൻ. കൊൽക്കത്ത ലാസ്റ്റ് കളി ജയിച്ച് 15 പോയിന്റിലെത്തിയാലും വിജയത്തിന്റെ മാർജിൻ കുറഞ്ഞിരുന്നാൽ മാത്രം മതി. കാരണം പഞ്ചാബ് ഇത്ര കളി നിരത്തി തോറ്റിട്ടും റൺ റേറ്റ് +0.2 ഇപ്പോഴും നിൽക്കുന്നത്. രാജസ്ഥാനാണ് നിലവിൽ ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. അടുത്ത കളി ജയിക്കുക എന്നത് മാത്രം ചെയ്താൽ 16 പോയിന്റോടെ രാജസ്ഥാൻ കയറും. LSC ആയിട്ടുള്ള ആ വിൻ രാജസ്ഥാന്റെ സാധ്യതകൾ മറ്റുള്ള ടീമിനെ അപേക്ഷിച്ച് നന്നായി മുന്നിലേക്ക് എത്തിച്ചു. ടോപ്പ് 3 ടീമുകൾ ഓൾറെഡി ക്വാളിഫൈഡ് ആണ്. ഇതിൽ RCB ഓൾമോസ്റ്റ് ക്വാളിഫയർ 1 ഉറപ്പിച്ചിട്ടുണ്ട്. രണ്ടാം സ്ഥാനം ആർക്ക് എന്നത് ഗുജറാത്തിന്റെയും ഹൈദരാബാദിന്റെയും അടുത്ത മത്സരത്തിന്റെ റിസൾട്ട് ആയിരിക്കും നിശ്ചയിക്കുക. രണ്ടുപേരും തോറ്റാലും ജയിച്ചാലും റൺ റേറ്റ് കളത്തിൽ വരും.